Hi all, welcome to Ferroble Software. മിനി ഫെറോബിൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോ വേർഷനാണിത്. നമ്മുടെ കമ്പനീൻ്റെ പേര് ഫെറാക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്ക് നാഷണൽ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ നമ്മളുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് കസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഫെറോബിൾ എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളുടെ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ഇൻ വൺ ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഡിഫറെൻറ്റ് വെർട്ടിക്കൽസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സർവീസ് ആൻഡ് റെൻ്റൽ, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി, ക്ലിനിക്കൽ സെക്ടേഴ്സ് എന്നീ സെക്ടേഴ്സിലെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കമ്പനിയിൽ 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം, മാർക്കറ്റിംഗ് ആൻഡ് ഡെമോ ടീം, ഇംപ്ലിമെൻറ്റേഷൻ ടീം, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടീം. ഇന്ത്യയിലും എബ്രോഡുമായിട്ട് ഒരുപാട് ക്ലയൻറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ പർച്ചേസിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. 15 days ഇംപ്ലിമെൻറ്റേഷൻ ആണ് വരുന്നത്. ആ ടൈമിൽ നമ്മൾ ഡേറ്റാസ് മൈഗ്രേറ്റ് ചെയ്യും, കോൺഫിഗറേഷൻസും സെറ്റിങ്സും സെറ്റ് ചെയ്യും, കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഇൻ്റഗ്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരിക്കും ക്ലയൻറ്റ് ട്രെയിനിങ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ കാണും. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ട്രെയിനിങ്ങിന് ശേഷം സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. തേർഡ് സ്റ്റെപ്പാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 9 to 5 സപ്പോർട്ട് ആയിരിക്കും വരുന്നത്. കോളിംഗ് ആൻഡ് ചാറ്റിംഗ് അവൈലബിൾ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കോളിംഗ് ആയിരിക്കും. ഇൻബിൽഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമുക്കിനി ജസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലോഗിൻ പേജ് വരുന്നതായിരിക്കും. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അൺലിമിറ്റഡ് യൂസർ റൈറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡാഷ്ബോർഡ്. ഈ ഒരു റെഡ് മാർക്കിങ്ങിനുള്ളിലുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈവ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ നമുക്ക് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. നമ്മുടെ സോഫ്റ്റ്വെയറിൽ 120+ റിപ്പോർട്ട്സ് ഉണ്ട്. അത്രയും റിപ്പോർട്ട്സ് ചെയ്യുന്ന ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ ഇവിടെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഓരോ മൊഡ്യൂൾസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് ഈ ഒരു ടാസ്ക് ബാറിൽ കാണാം. കൺകറൻ്റ്ലി നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോഫ്റ്റ്വെയർ മൊഡ്യൂളിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇതായിരിക്കും. ഓരോ മൊഡ്യൂളിലും ഡിഫറെൻറ്റ് ടാബുകളിലായിട്ട് അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പർച്ചേസ് മൊഡ്യൂൾ ഇൻ്റർഫേസ് ഇതാണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരിക്കും ഓരോ പ്രീവിയസ്ലി എൻ്റർ ചെയ്ത എൻട്രീസ്. അത് ഓരോന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. റിപ്പോർട്ട് ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓരോ റിപ്പോർട്ട്സിലും നമുക്ക് എന്തൊക്കെ കോളംസ് ആണ് വേണ്ടാത്തതെന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡർ പോർഷനെ ക്ലിക്ക് ചെയ്താൽ അസെൻഡിങ് ആയിട്ടും ഡിസെൻഡിങ് ആയിട്ടും സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എക്സലിലെ പോലെ തന്നെ ഫിൽറ്ററിങ് ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഗ്രൂപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഓപ്ഷനുണ്ട്. ഒരു കോളത്തിന് അണ്ടറിലുള്ള കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ്ലി അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഓരോ റിപ്പോർട്ട്സിലും നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ സെയിൽസ് മൊഡ്യൂള്. ഒരു സെയിൽസ് മൊഡ്യൂളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബില്ല് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഡർ ക്രിയേറ്റ് ചെയ്യാനും എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് കസ്റ്റമർ നെയിം വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതെല്ലാം ന്യൂ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു കസ്റ്റമർ നെയിം കൊടുത്ത് എൻ്റർ കൊടുത്താൽ കസ്റ്റമറിനെ ആഡ് ചെയ്യാനുള്ള പോപ്പപ്പിലോട്ടായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ആ ഒരു കസ്റ്റമറിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര ഡേയ്സിലേക്ക് ക്രെഡിറ്റ് എമൗണ്ട് സെറ്റ് ചെയ്യണം, എത്ര ക്രെഡിറ്റ് എമൗണ്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. GST നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്ററി അല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമറിന് വാട്സപ്പിലോട്ടൊരു ഗ്രീറ്റിംഗ് മെസ്സേജും സെൻഡ് ആവുന്നതായിരിക്കും. ഐറ്റം നെയിം അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രിൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരുമിച്ച് പ്രിൻറ്റും വാട്സപ്പും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾക്ക് വരുന്നത് പർച്ചേസ് മൊഡ്യൂളാണ്. ഇതായിരിക്കും നമ്മുടെ പർച്ചേസ് മൊഡ്യൂള്. ഓൾറെഡി എക്സിസ്റ്റിംഗ് സപ്ലയറിനെ സെലക്ട് ചെയ്യാം. ന്യൂ സപ്ലയറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാം. ഒരു ഐറ്റം നമുക്ക് ഐറ്റം നെയിം അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ബാർകോഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഐറ്റം ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രീവിയസ് ഹിസ്റ്ററി, ആ ഒരു ഐറ്റത്തിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററികൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
സേവ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് ഐറ്റം മൊഡ്യൂളാണ്. ഐറ്റം മാസ്റ്ററിൽ നമുക്ക് ഐറ്റം നെയിം ക്രിയേറ്റ് ചെയ്യാം. കാറ്റഗറി ടൈപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മൾട്ടിപ്പിൾ പ്രൈസ്, അതായത് അപ് ടു 6 പ്രൈസിങ് വരെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസിങ് നമുക്ക് സെറ്റ് ചെയ്യാം. പർച്ചേസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് പ്രൈസിങ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം ഇമേജും ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് വരുന്ന റെസിപ്റ്റ് മൊഡ്യൂളാണ്. കസ്റ്റമേഴ്സിൻ്റെ പെൻഡിങ് ബാലൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഈ ഒരു റെസിപ്റ്റ് മൊഡ്യൂളിലായിരിക്കും. നമുക്ക് റെസിപ്റ്റ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെസിപ്റ്റ് ചെയ്യുമ്പം 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ഇൻവോയ്സ് സെലക്ട് ചെയ്താൽ ബാലൻസ് എമൗണ്ട് എത്ര ആണെന്നുള്ളത് കാണിക്കും. ഇനി അതല്ല ഒരു കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കസ്റ്റമറിനെ സെലക്ട് ചെയ്താൽ കസ്റ്റമറിൻ്റെ പെൻഡിങ് ബിൽസുകളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിഫറെൻറ്റ് പെൻഡിങ് ബിൽസ് ഉള്ള കസ്റ്റമറിനെ നമുക്കിതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ആ ഒരു കസ്റ്റമറിനെ ഡിഫറെൻറ്റ് പെൻഡിങ് ബിൽസ് ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ബിൽസ് നമുക്ക് കാണാൻ പറ്റും. ബാലൻസ് എമൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എമൗണ്ട് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. സേവ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് പോപ്പപ്പ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് പേയ്മെൻറ്റ് മൊഡ്യൂളാണ് വരുന്നത്. പേയ്മെൻറ്റിൽ നമ്മുടെ സപ്ലൈൻ്റെ പെൻഡിങ് ബിൽസ് ക്ലിയർ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. റെസിപ്റ്റിലെ പോലെ തന്നെ ഇൻവോയ്സ് അഗെയിൻസ്റ്റ് ഓപ്ഷനുണ്ട്, ഫോർ എ സപ്ലയർ ഓപ്ഷനുണ്ട്. അഗെയിൻസ്റ്റ് ഇൻവോയ്സിൽ നമുക്ക് പെൻഡിങ് ബില്ല് സെലക്ട് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് ബാലൻസ് എത്രയാണ് കൊടുക്കാനുള്ളതെന്നുള്ളത് കാണിക്കും. ഇനി അതല്ല സപ്ലയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈനെ സെലക്ട് ചെയ്താൽ പെൻഡിങ് ആയിട്ടുള്ള ഏതൊക്കെയാണ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഏതൊക്കെ ബില്ല് ഏതൊക്കെ പെൻഡിങ് എമൗണ്ട് ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എമൗണ്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. സേവ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് എക്സ്പെൻസ് മൊഡ്യൂളാണ്. ഈ ഒരു എക്സ്പെൻസ് മൊഡ്യൂൾ നമുക്ക് കാറ്റഗറി സബ് കാറ്റഗറി തിരിച്ച് എക്സ്പെൻസുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെൻസുകൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് ആഡ് ചെയ്താൽ അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അതിൻ്റെ റിപ്പോർട്ട്സുകളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വരുന്നത് റിപ്പോർട്ട്സ് മൊഡ്യൂളാണ്. ഈ റിപ്പോർട്ട് മൊഡ്യൂളിൽ ഒരു റിപ്പോർട്ട് തന്നെ എടുത്താൽ നമുക്ക് ഡിഫറെൻറ്റ് ടാബുകളിലായിട്ട് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ റിപ്പോർട്ട്സിനകത്തും ഫിൽറ്ററിങ് ഓപ്ഷൻസ് ഓരോന്നും നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്താൽ ഗ്രൂപ്പ് ചെയ്ത് ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ്ലി കാണാനായിട്ടും സാധിക്കും. നമുക്കിനി ഓരോന്നും സെലക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഓരോന്നായിട്ടും നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ഫിൽറ്ററും അതുപോലെ തന്നെ നമ്പർ ഫിൽറ്ററും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. ഇക്വേഷൻസ് മൾട്ടിപ്പിൾ ഇക്വേഷൻസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇക്വേഷൻസ് സെറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓരോ റിപ്പോർട്ട്സും നമുക്ക് പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മിനി ഫെറോബിൾ സോഫ്റ്റ്വെയറിൽ വരുന്നത്. നമ്മൾ പ്രോപ്പർ മാനേജ്മെൻറ്റ് ERP സോഫ്റ്റ്വെയർ വേറൊരു പ്രൊഡക്റ്റാണ്. അത് നമ്മളുടെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് വരുന്നത്. താങ്ക് യു.